ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മാർക്കറ്റ് എന്താണ്, രാവിലെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട വോയിസ് എല്ലാവരും കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താണ് പറഞ്ഞത്? മാർക്കറ്റ് 22,000 താഴെ പോയാലും തിരിച്ചു കയറി 22,000 നിലനിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഓക്കെ, 22,000 താഴെ പോയാലും മാർക്കറ്റ് തിരിച്ച് കയറി വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 22,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകും. അല്ല, 22,000 താഴെ 15 മിനിറ്റ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് നമുക്ക് ഫർദർ ഫാളും കാണുമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പറഞ്ഞ പോലെ തന്നെ, ക്രെഡിറ്റ് ഒന്നും പറയല്ലേ, പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് അവിടുന്ന് ഓപ്പൺ ചെയ്തത് ഏകദേശം 21,964 റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, അല്ലേ? ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടുന്ന് ശക്തമായിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി വീണ്ടും താഴോട്ട് സെല്ലിംഗ് പ്രഷർ വന്നെങ്കിൽ ഒരു ഡോജി ഫോം ചെയ്തു. അതിനുശേഷം നല്ല ഉഗ്രനൊരു ക്യാൻഡിൽ വീണ് മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലോട്ട് കയറി. അപ്പം നമുക്ക് ഇവിടെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത് വീണപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ നമുക്ക് ചാർട്ട് ഇട്ടായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കി. നമുക്കിവിടെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ഇനി ഭാവിയിലേക്ക് അത് ആ സംഭവങ്ങൾ പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് പറയാമെന്ന് വിചാരിച്ച്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ക്യാൻഡിലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തു. ഉണ്ടോ? ഇതൊക്കെ നമ്മൾ തുടരെ പോകെ നമ്മൾ ചാർട്ടിൽ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളേ അല്ല. ഓക്കെ, മാർക്കറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചാർട്ട് ഫോളോ ചെയ്യുന്നവരോ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഇവിടെ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് ക്യാൻഡിൽ ഡൗൺ പോയി, ഇവിടെ വന്നു. അതിനുശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരെ മുകളിൽ പോയി തിരിച്ചു വന്ന് ഡോജി ഫോം ചെയ്തു. ഡോജി ഫോം ചെയ്തതിന് ശേഷം ശക്തമായിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഇതിനർത്ഥം എന്താണ്? ഈ ഗ്രീൻ ക്യാൻഡിൽ അർത്ഥം എന്താണ്? മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇവിടെ ഒരു ബൈ ഇവിടെ ആക്റ്റീവായി, അല്ലേ? ബൈ ഇവിടെ ആക്റ്റീവായി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നതെന്ന് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് ഇവിടെ ചാടി കയറി ഒരു ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇതങ്ങ് മുകളിലോട്ട് കയറിപ്പോയി, ഇല്ലേ? നമുക്ക് ഇവിടെ അങ്ങ് ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇത്രയും നമുക്ക് താങ്ങാനുള്ള ശേഷിയില്ല. പക്ഷേ അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു, ഇല്ലേ? അപ്പോൾ മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്തു. എന്താ നോക്കിക്കേ, സെക്കൻഡ് ക്യാൻഡിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് താഴെ പോയെങ്കിൽ കറക്റ്റ് നമ്മുടെ 22,000 വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു, ഇല്ലേ? അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് സ്ഥിരമായി ട്രേഡ് ചെയ്യുന്നവർക്കോ ചാർട്ടിൽ നോക്കിയിരിക്കുന്നവർക്കോ മനസ്സിലാവുന്ന ഒരു കാര്യമായി ഞാനിപ്പോൾ ഈ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കറക്റ്റായിട്ട് വന്ന് റീടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ താഴെ, അല്ലെങ്കിൽ ഇച്ചിരി റിസ്ക് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ലോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വന്ന് എടുക്കാം, അല്ലേ? അതിനുശേഷം മാർക്കറ്റ് വന്നു, അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, ഇവിടം വരെ വന്നു. ഇവിടം വരെ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇവിടെ വന്നപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കോ, ലാഭം ബുക്ക് ചെയ്തോ എന്ന് ഞാൻ ഓൾറെഡി ഇവിടെ വന്ന് പറഞ്ഞു. ഓക്കെ, കറക്റ്റായിട്ട് ചെയ്തവർക്ക് കിട്ടി കാണുമായിരിക്കും. അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ ഡിലീറ്റ് ചെയ്തോളൂ. നമ്മുടെ ട്രെൻഡ് ലൈൻ തൊഴി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അല്ലേ? ആ ട്രെൻഡ് ലൈനിൽ കറക്റ്റ് വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? റെസിസ്റ്റൻസ് എടുത്തു, ഇല്ലേ? അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി, ഈ റെസിസ്റ്റൻസിൽ നിന്ന് ആർക്കെങ്കിലും ഇവിടെ ഞാനത് ഡിലീറ്റ് ചെയ്തോളാം. ഇതിൻ്റെ അടുത്ത് തപ്പണമെങ്കിൽ ഭയങ്കര പണിയാണ്. ഇവിടുന്ന് ഈ റെസിസ്റ്റൻസിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടം വരെ കിട്ടും. ഇല്ലെങ്കിൽ വേണ്ട. ഹോൾഡ് ചെയ്തവർക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടം വരെ മതി. ഇവിടത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടം വരെയൊക്കെ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്തു? കിട്ടി. അപ്പം പിന്നെ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ഇതായിരുന്നു. ഈ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി. ഇവിടെ നമുക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തപ്പം ഇവിടെ SL ഇട്ടുകൊണ്ട് ഒരു ട്രേഡ് എടുക്കാം എന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അതുപോലെ കിട്ടിയവർക്ക് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മാർക്കറ്റിൽ അവസരങ്ങളുണ്ടായിരുന്നു.
നിങ്ങൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇതിൽ തന്നെ പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഓക്കെ, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, കറക്റ്റ് ക്ലിയർ ആണിത്. ഇവിടെ സംശയത്തിനൊന്നും ഒരു ആനുകൂല്യവും ഇല്ല. കറക്റ്റ് മാർക്കറ്റ് മുകളിൽ പോയി റീടെസ്റ്റ് ചെയ്തു. ആ റീടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ചാടി കയറി ഇല്ലേ, കറക്റ്റായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പം ഇതായിരുന്നു ഇന്നത്തെ സിനാരിയോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും പോൾ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം കുറച്ചുകൂടെയൊക്കെ സംയമനം പാലിച്ച് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല. അതിൻ്റെ ഇടയിൽ പലരും എന്നോട് ചോദിച്ചു, സാറേ എന്ത് ഈ ന്യായം കുറേ നേരം അത് ന്യായം പറഞ്ഞു. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഈ ന്യായം എന്ന്. അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോകൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ന്യായം മനസ്സിലാക്കിയേനെ എന്ന് ഞാൻ അവരോട് തിരിച്ച് മറുപടി പറഞ്ഞു. അപ്പോൾ ഈ ന്യായം പൂവാർ കേൾക്കുന്നവരോട് ഞാൻ ഒന്നുകൂടെ പറയാം, എന്താണ് ന്യായം. ഈ ന്യായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പോയി വീഡിയോകളെല്ലാം ഒന്ന് കാണുക. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ, എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിലുള്ള കുറേ ഈ വീഡിയോകൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രൈസ് ആക്ഷൻ സീരീസൊക്കെ. നിങ്ങളത് കാണുക. ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ന്യായമായ പ്രോഫിറ്റ് നിങ്ങൾ കിട്ടിയാൽ അതും കൊണ്ട് നേരെ വീട്ടിൽ പോകാൻ ശ്രമിക്കുക. അത് രാവിലെ അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരം. അതുകൊണ്ട് നേരെ വീട്ടിൽ പോകാം. നഷ്ടം വന്നു കഴിഞ്ഞാലും നമ്മുടെ നഷ്ടം കൃത്യമായ സ്റ്റോപ്പ് ലോസിലൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇറങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ പണ്ടത്തെ മാതിരി കൈ പിടിച്ചുകൊണ്ടിരിക്കാതെ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിന് കൊടുത്ത് മാറി നിൽക്കുക. ന്യായമാണെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ ഒരു റെസൻസിൽ എത്തുന്നതിന് മുന്നേ തന്നെ, ഒരു റെസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെസൻസിൽ എത്തുന്നതിന് മുന്നേ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ ശ്രമിക്കുക. അതിനാണ് ന്യായം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ വീണ്ടും നമുക്ക് റീ എൻട്രി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യായം. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നേ ഉള്ളൂ. അറിയുന്നവർക്ക് ആവർത്തന വിരസത ഉണ്ടാക്കണ്ട. ഓക്കെ, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് നോക്കാം, ഇങ്ങോട്ട് ചെറുതാക്കി നോക്കാം. ഓക്കെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. പിന്നെ രണ്ടാമത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു വരച്ചിട്ടിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. അതൊക്കെ റിസ്ക് സ്കാൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ മാത്രമുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ. നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇവിടെ, സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെ. ഇതായിരുന്നു രണ്ട് ഓപ്പർച്യൂണിറ്റികൾ. ഈ ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തവർക്ക് പ്രോഫിറ്റ് ന്യായമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റി. പലരും ബുക്ക് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഓക്കെ, എടുത്തവർ ഒക്കെ നന്ദി. നിങ്ങൾ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം ഇന്ന് 2 ദിവസമായി. 2 ദിവസം പച്ച കത്തിച്ച് മാർച്ച് മാസം നമുക്ക് ഈ മാർച്ച് മാസം നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഗ്രീനിൽ നിൽക്കണം. അപ്പം ഈ ഒരാഴ്ച തന്നെ നിങ്ങൾ ഗ്രീൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ സൂക്ഷിക്കണം ട്രേഡ് ചെയ്യാൻ. ഈ ഒരാഴ്ച തന്നെ നിങ്ങൾ ട്രേഡിങ് ഗ്രീൻ ആക്കി പോർട്ട്ഫോളിയോ ഗ്രീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഗ്രീൻ കളയാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഗ്രീൻ നിങ്ങൾ പിന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിനകത്ത് അച്ചടക്കം വരും. അങ്ങനെ തുടരെ നിങ്ങൾ മുകളിലോട്ട് പോകും തോറും നിങ്ങൾക്ക് ഒരു ആത്മസംയമനം വരും. ന്യായമായ പ്രോഫിറ്റ് കിട്ടിയാൽ ബുക്ക് ചെയ്ത് മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ നിങ്ങൾ വരും. പലരും ഇപ്പം പറഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തവരൊക്കെ പലരും പറഞ്ഞു, സാർ ഇപ്പം ന്യായം പാലിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, ആത്മസംയമനം പാലിക്കാൻ ശ്രമിച്ചു, കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ പറ്റി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. അത് ഒരു ദിവസം 2 ദിവസത്തേക്കല്ല, ഇതൊക്കെ മുന്നോട്ട് തന്നെ ഇത് പിന്തുടർന്ന് പോകണം. അതിലാണ് വിജയം. അല്ലാതെ ഒരു 1-2 ഒരാഴ്ചയോ ഇങ്ങനെ അച്ചടക്കം കാണിച്ചൊരു കാര്യമില്ല. ആ അച്ചടക്കം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾ കറക്റ്റായിട്ട് പിന്തുടരണം. എന്നെങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. അല്ല 1-2 ദിവസം കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെ പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അപ്പം നമുക്കിനി നാളത്തെ കാര്യത്തിലോട്ട് വരാം. നാളെ അപ്പം 22,000 ഞാൻ ഇന്നലത്തെ പ്രീ മാർക്കറ്റിലും പറഞ്ഞിരുന്നു. 22,000 നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഇന്നും 22,000 നിലനിർത്തിയിട്ടുണ്ട്. നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്ന് നമ്മൾ വലിയൊരു ഗ്യാപ്പ് ഒക്കെ ഇന്ന് രാത്രി പ്രതീക്ഷിച്ചായിരുന്നു. കാരണം അതുപോലെ വലിയ മൂവുകളൊക്കെ നടന്നു. പക്ഷേങ്കിൽ രാവിലെ ആയപ്പം എല്ലാം പുകയായിപ്പോയി. ഓക്കെ, അപ്പം ഇനിയിപ്പം നാളെ എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ വീണ്ടും പറയുന്നു, 22,000 നിഫ്റ്റിക്ക് വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ളൊരു സോണാണ്. ഓക്കെ, അപ്പോൾ 22,000-ന് മുകളിൽ നിലനിർത്താൻ വേണ്ടി കഴിവതും പിന്നെ ബുൾസ് ശ്രമിക്കും. അപ്പം അത് ഇനിയും ബയേഴ്സ് ചവിട്ടിത്താത്ത് കൊണ്ടുപോകോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പോൾ നാളെ നമുക്ക് മോളോട്ടുള്ളൊരു റേഞ്ചിൻ്റെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനാണ്. ഓക്കെ, ഇതാണ് ലൈൻ. താഴത്തെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കാരണം ഇതാണ് താഴത്തെ ലൈൻ. ഈ 2 ലൈനാണ് നമുക്ക് റേഞ്ചായിട്ടുള്ളത്. ഈ ലൈനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങോട്ട് നോക്കി വേണം മാർക്കറ്റ് നമുക്ക്
നോക്കാൻ. അതിനുശേഷം തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ ഒരു ചെറിയ ടാർഗറ്റ്. ഓക്കെ. അതിനുശേഷം ഇവിടുന്ന് ഇവിടം വരെ ടാർഗറ്റ്. ഇതാണ് ഇന്നലത്തെ ലോ. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ 22,000 താഴെ, വീണ്ടും ഞാൻ പറയുന്നു 22,000 താഴെ ഒരു 15 മിനിറ്റ് നേരെ ഇത് മാർക്കറ്റ് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെയറിഷ് ട്രെൻഡ് ഉറപ്പിക്കാം. അപ്പോൾ തന്നെ അത് കൺഫേം ആകണമെന്നുണ്ടെങ്കിൽ ഈ ഇന്നലത്തെ ലോ, ഈ ലോ എത്രയാണത്? 21,964. ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ, ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റിന് ക്യാൻഡിൽ ഇവിടെ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫർദർ ഡൗൺഫോൾ കാണാം. അതുകൊണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം മാർക്കറ്റിനെ അത്രയ്ക്ക് പൊട്ടിച്ച് താഴോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുമോ എന്നറിയത്തില്ല. എനിവേ നമുക്ക് കണ്ടറിയാം, മാർക്കറ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം അതാണ് താഴോട്ടുള്ള സംഗതി. ഈ രണ്ടെണ്ണം ഞാൻ വരയ്ക്കുന്നുള്ളൂ, താഴോട്ട് വരയ്ക്കുന്നില്ല. ഓക്കെ. 21,964 ഇന്നലത്തെ ലോ. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ അന്നേരം വരയ്ക്കാം, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. മോളോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ മോളോട്ട് നമുക്ക് ഇന്നലത്തെ ഇതാണ് ഈ സംഭവം. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഇത്. ബാക്കി ടാർഗറ്റുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. നിങ്ങളിനി അത് കൂടുതൽ അന്വേഷിക്കാൻ പോകണ്ട. ഇത് കളറെല്ലാം ഒന്ന് മാറ്റിയേക്കാം. ഗ്രീൻ, ഇതും ഗ്രീൻ. ഓക്കെ. ഈ രണ്ടെണ്ണമാണ് മോളോട്ട്. ബാക്കി ഇവിടെ കിടപ്പുണ്ട്, ഒരെണ്ണം അടച്ചിട്ടേക്കാം. 22, 291. ഇതിന് ശേഷം ബാക്കി ലൈനുകളൊക്കെ മോളോട്ട് കിടപ്പുണ്ട്, അവിടെ കിടന്നോട്ട്. അപ്പോൾ ഇതാണ് നാളത്തെ നമുക്ക് ഉള്ള സെറ്റപ്പ്. ഓക്കെ. ഇതിനകത്ത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ഇവിടെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് വരച്ച് കാണിക്കുക. ഇതിനകത്ത് ട്രേഡ് ഇല്ല, നോ ട്രേഡിംഗ് സോണാണ്. പക്ഷേ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ വരണം. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇവിടെ നേരിട്ട് ഇങ്ങനെ പോകും, അല്ലേ? ഇല്ല, ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 5 മിനിറ്റിന് ക്യാൻഡിൽ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ഇല്ല, തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. ഇവിടുന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേലോട്ട് എടുക്കുക. അല്ല, ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക എങ്ങനെയാണ്. താഴോട്ട് വരുമ്പോൾ സെറ്റപ്പ് നമ്മൾ സൂക്ഷിച്ചെടുക്കുക. ഏത് നിമിഷം മാർക്കറ്റ് വന്നാൽ റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താഴോട്ട് ട്രേഡ് എടുക്കുമ്പം ശരിക്കും നമ്മൾ ട്രെൻഡ് കൺഫേം ചെയ്തിട്ട് മാത്രമേ താഴോട്ട് ട്രേഡ് എടുക്കാവൂ. ഇല്ലെങ്കിൽ നമുക്ക് അടി പറ്റും. കാരണം എപ്പോൾ ആണെങ്കിലും റിവേഴ്സൽ വരും. റിവേഴ്സലിനുള്ള സാധ്യത, ഏത് നിമിഷവും റിവേഴ്സലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് താഴോട്ട് ട്രേഡ് എടുക്കുമ്പോൾ സൂക്ഷിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രമേ ട്രേഡ് എടുക്കാവൂ. മോളോട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം എങ്ങനെയാണ് നാളെ സെറ്റപ്പ് നോക്കി മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം, കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ. താങ്ക് യു ഓൾ.